പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്തുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് അപ്ലോഡ് ചെയ്തത്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഡേ 2 വീഡിയോസും അതുപോലെ തന്നെ ഡേ 3 വീഡിയോസും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതായത് 2 ദിവസത്തെ തെയ്യത്തിൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളാണ് ഇതിലിട്ടിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഡേ 2 ഇടുന്നുണ്ട്, ഡേ 3 ഇടുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തെ പരിപാടിയും കൂടി ഒപ്പരാണ് ഇതിലിടുന്നത്. കാരണം 5 ദിവസത്തെ തെയ്യാന്നല്ലോ ഉള്ളത്. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോൾ കുറേ ലോങ് വീഡിയോ ആവും. അപ്പം എഡിറ്റ് ചെയ്ത് വരാനെല്ലാം കുറച്ച് പണിയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡേ 1 നമ്മൾ സെപ്പറേറ്റ് ഇട്ടു, ഡേ 2 ഡേ 3 ഒപ്പരം ഇടാമെന്നാണ് വിചാരിച്ചത്. ഡേ 2 നമുക്ക് അങ്ങനെ വെള്ളാട്ടവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, സ്റ്റേജ് പ്രോഗ്രാംസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു. കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിക്ക് നാടൻ പാട്ട്, അങ്ങനത്തെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളായിരിക്കുന്നു അന്നത്തെ ദിവസം ഉണ്ടായത്. അത്യാവശ്യം നല്ല ആൾക്കാരും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒന്നും സോങ് ഇടാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പറ്റുന്ന പോലെയുള്ള സോങ്ങും കാര്യങ്ങൾ ഞാൻ ഇതിൽ നോക്കിയിട്ട് ചെയ്യാം. കാരണം അല്ലാണ്ട് ഇതിലുള്ള വീഡിയോസുള്ള സോങ് ഇടുന്നതാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും ലോങ് വീഡിയോ കണ്ടിട്ടുവാ. ഇതിൽ നാടൻ പാട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ രൂപങ്ങളൊക്കെ കെട്ടി വന്നിട്ട് ആൾക്കാരെ നല്ല ആകർഷിപ്പിക്കുന്ന രീതിക്കാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഇങ്ങനെയെല്ലാം കണ്ടിട്ട് നിൽക്കാൻ. അതുകൊണ്ട് ഫ്രണ്ടിലിരിക്കുന്ന പിള്ളേരൊക്കെ അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടാവും ഈ പരിപാടിയും കാര്യങ്ങൾ. 2-3 പിള്ളേർ സൈഡിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നെല്ലാം ഉണ്ട്. ഈ പരിപാടി കാണുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണവും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നാട്ടുകാർക്കൊന്നും അങ്ങനെ ഭക്ഷണം കാര്യങ്ങളില്ല. കാരണം അവർക്ക് 2 ദിവസം മാത്രമാണ് ഭക്ഷണമുള്ളത്. ലാസ്റ്റത്തെ 2 ദിവസമാണല്ലോ നല്ല പരിപാടികൾ. അപ്പോൾ അന്നത്തെ ദിവസം മാത്രമാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ബാക്കി എല്ലാവരും എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും അനിയനും കൂടി ഫുഡ് കഴിക്കാൻ പോയി. അത്യാവശ്യം നല്ല നമ്മൾ കഴിച്ചിട്ടാകുമ്പോൾ അമ്മക്കും അനിയനെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അനിയനും കൂടി ഫുഡ് കഴിക്കേണ്ടിയിട്ട് പോയി. കാരണം നമ്മൾ അന്നത്തെ ദിവസം വെള്ളാട്ടം ഉണ്ടെങ്കിൽ, മുത്തപ്പൻ്റെ വെള്ളാട്ടം ഉണ്ടെങ്കിൽ നമ്മൾ ചെണ്ടക്കാർക്കും ബാക്കി കിട്ടിയ ആൾക്കാർക്കൊക്കെ ഭക്ഷണം കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് ഷോൻ്റെ ആൾക്കാർക്കും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാൻസിൻ്റെ പിള്ളേർക്കും അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഫുഡുണ്ട്. പിന്നെ നമ്മുടെ കുടുംബക്കാർക്കും ഫുഡുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പിന്നത്തെ പരിപാടി കാണാമെന്നിങ്ങനെ വിചാരിച്ചു. കാരണം കുറേ സമയമൊന്നും നിൽക്കാൻ പറ്റില്ല. കാരണം 12 മണി വരെയും പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ലേറ്റായ പിറ്റേ ദിവസം പിന്നെ വരണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയമാണ് പരിപാടി കാണാൻ വേണ്ടി നോക്കി. ഞാൻ പറഞ്ഞില്ല നേരത്തെ 2-3 പിള്ളേർ ഡാൻസ് കളിച്ചിരുന്നത്. അപ്പോൾ ആ പിള്ളേരാണ് നേരത്തെ ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് കൂടി പോയത്. അവരിത് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നല്ലോണം ആ 3 കുട്ടികളും നല്ലോണം ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കേണ്ടിയിട്ട് പോയി. ചോറും അച്ചാറും മീൻകറി അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കഴുകപ്പുരയാണ്. അപ്പോൾ അവിടെയാണ് ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിച്ചിട്ട് വേണം പിന്നെ അനിയനും അമ്മക്കും അനിയൻ എൻ്റെ കൂടെ കഴിക്കാൻ വന്നു. അമ്മക്കും അച്ഛനും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഉണക്കിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു. മുത്തപ്പൻ്റെ അമ്പലമാണ് ഉണക്കൊന്നും കഴിക്കുന്നതിനെ കൊണ്ടൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഉണക്കിൻ്റെ കറിയും പച്ചക്കറിയും പിന്നെ അച്ചാറെല്ലായിരുന്നു ഉണ്ടായത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പരിപാടി കാണാൻ വന്നു.
വിചാരിച്ചിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം ആയിട്ട് അങ്ങനെ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ആ വീഡിയോസൊക്കെ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് നമ്മൾ പോകുമ്പോൾ ലേറ്റായല്ലോ, 12 മണിയൊക്കെ ആയി. അങ്ങനെ നമ്മൾ ടൗണിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. ഇത് കൂത്തുപറമ്പ് ടൗണാണ്. നമ്മളെ അറിയുന്നൊരു ഹോട്ടലുണ്ട്, അച്ഛനെപ്പം പോയി ചായയെല്ലാം കുടിക്കുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. ഞാനും അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും അമ്മമ്മയും കൂടിയാണ് ചായ കുടിക്കേണ്ടിയിട്ട് വന്നത്. അങ്ങനെ നമ്മൾ ലൈറ്റായിട്ടൊരു ചായ മാത്രം കുടിച്ചു. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഒന്നും വേറെ ഒന്നും കഴിച്ചില്ല. അതിന് ശേഷം പിന്നെ ഒരു ഫ്രൂട്ട്സ് കൂടിയെന്ന് ഒരു പേരക്ക വാങ്ങിയിട്ട് കഴിച്ചു. അങ്ങനെ ഗൈസ് ഡേ 3 ആയി. അപ്പോൾ ഡേ 3 അച്ഛനെ കൂട്ടേണ്ടിയിട്ട് നമ്മളെ ഉത്സവത്തിൻ്റെ അനൗൺസ്മെൻറ്റ് വണ്ടിയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലെ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ടൗണിൽ പോകേണ്ടിയുണ്ടായിരുന്നു. അനിയത്തിക്ക് മുടിയൊക്കെ മുറിച്ച് സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കളർ ചെയ്യാനും അങ്ങനെയുള്ള അലർജിയുള്ള പരിപാടി. പിന്നെ അമ്മക്കും ഹെയർ കട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്ത് പിന്നെ കളർ ചെയ്യാൻ നിന്നുകൊണ്ട് തന്നെ കുറച്ച് ടൈമായി. അങ്ങനെ നമ്മൾ കളറും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് സമയം ആടെ അങ്ങനെ പോയി. ഇനി നമുക്ക് വൈകുന്നേരം കളറിലടിച്ചിട്ട് നല്ല രസമുണ്ട്. ഈ ഒരു കളറും കൂടി ഇനി അടിക്കാൻ ബാക്കിയില്ലായിരുന്നു. ബാക്കി എല്ലാ കളറും ഏകദേശം മുടിക്കടിച്ചിട്ടുണ്ടെന്നാണ് ബ്യൂട്ടി പാർലറിലെ ചേച്ചിയും കൂടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ രാത്രിയായി. പിന്നെ നമ്മൾ തൈക്കണ്ടി പോയി. അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയായിരുന്നു. റൂമിൻ്റെ ഉള്ളിൽ ഞാൻ ഫസ്റ്റത്തെ വീട്ടിൽ നിങ്ങൾ കണ്ടല്ലോ, പച്ചക്കറിയെല്ലാം സെറ്റ് ചെയ്ത് നാളത്തേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളെല്ലാം അതെല്ലാം. അങ്ങനെ എല്ലാവരെയും കണ്ട് കുടുംബക്കാരെല്ലാം കണ്ട് സംസാരിക്കുന്ന തിരക്കിൽ ഓരോരുത്തരുടെ തിരക്കിൽ അങ്ങനെ ഇന്ന് വെള്ളാട്ടമുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളാട്ടമുള്ളതുകൊണ്ട് തന്നെ മമ്പാരും കാര്യങ്ങളെല്ലാം കൊടുക്കുമല്ലോ, ചായയും മമ്പാരും എല്ലാം. അങ്ങനെ കുഞ്ചു മമ്പാരെല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ അനിയൻ ചായയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഓക്കെ ആയി. അപ്പോൾ ഇനി ഓരോരാൾ വന്നിട്ട് ചായ കുടിക്കുന്ന തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയിൽ നമ്മൾ വേദനയും കൂട്ടിയിട്ട് ഇങ്ങനത്തെ ചന്തയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം പോയി കണ്ട്. അങ്ങനെ ആൾക്കാരൊന്നും വന്നില്ല. ആൾക്കാർ വരുന്ന സമയമായിട്ടേ നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത്. അപ്പം കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല തിരക്കുണ്ടാവും. നല്ല തിരക്കല്ല, ചെറിയ രീതിക്കുള്ള തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, വെള്ളാട്ടം, പിന്നെ അതുപോലെ തന്നെ ഡാൻസും, പിന്നെ വിൽക്കലാമേള എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം. വീഡിയോസും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടാൻ പറ്റുന്ന രീതിക്ക് ഞാൻ എങ്ങനെയെല്ലാം എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അടുത്തായതുകൊണ്ട് ചെറിയ രീതിക്കുള്ള പണിയും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ തെറ്റെല്ലാം ഉണ്ടാവും. പിന്നെ എൻ്റെ ഫോണിന് അത്ര ക്ലാരിറ്റി, അതിലുള്ള ക്ലാരിറ്റി വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ചും കൂടി ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടാനും പിന്നെ അതുപോലത്തെ വാട്സപ്പിൽ സ്റ്റാറ്റസ് എല്ലാം ഇടാൻ പറ്റുന്ന രീതിക്കുള്ള വീഡിയോസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയാണ് ഇതിൽ മിക്സ് ആക്കിയിട്ട് ഇട്ടിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുറച്ച് സമയം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങും. അപ്പം അത് കാണാൻ പോകണം. അങ്ങനെ മുത്തപ്പൻ്റെ വെള്ളാട്ടവും കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ അമ്മമ്മേൻ്റെ അടുക്ക വന്നു. അപ്പോൾ എല്ലാവരും മടപ്പുരേൻ്റെ അടുക്ക, അതായത് കഴുകപ്പുരേൻ്റെ അടുക്കുന്നത്, മടപ്പുരയല്ല കഴുകപ്പുരേൻ്റെ അടുക്കുന്ന അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ മുത്തപ്പൻ മുടിയൊക്കെ അയച്ചിട്ടാകുമ്പോൾ വെള്ളാട്ടം കഴിയുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ടാകുമ്പോൾ സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളാണ് ഉണ്ടാവുക. മുത്തപ്പനെ കാണുമ്പോൾ നമുക്ക് നല്ലൊരു വേറെ തന്നെയൊരു സന്തോഷമായിരിക്കുമല്ലോ. ആ ഒരു ഫീല് വേറെ തന്നെയാണ് മുത്തപ്പനെ കാണുമ്പോൾ ഉള്ളത്. അത് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഒരു ഇതാണ്. ഇപ്പം എങ്ങനെയായി ഞാൻ പറഞ്ഞുതരാം. മുത്തപ്പനെ കാണുന്ന സമയത്ത് നമ്മൾ ആ സമയത്തുള്ള എന്തെങ്കിലും വിഷമവും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളോട് മറന്നു പോകും. അങ്ങനെയാണത്. അങ്ങനെ മുത്തപ്പൻ അയക്കുന്ന സമയത്ത് കഴുകപ്പുരൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മുത്തപ്പൻ നേർച്ചയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കാണുന്നത്. അമ്മയുണ്ട്, അതുപോലെ അമ്മമ്മയുണ്ട്, ബാക്കി നമ്മൾ കുടുംബക്കാരും കാര്യങ്ങളെല്ലാവരും അവരെല്ലാം ഇങ്ങനെ നിന്നിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരെല്ലാം കുറച്ച് കുറവാണ് ഇവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങുമ്പോൾ പിന്നെ കസേലയും കാര്യങ്ങളും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും മുൻകൂട്ടി അവിടെ പോയി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കുറച്ച് ആൾക്കാർ മാത്രം, കുടുംബക്കാർ മാത്രം ഉള്ളത്. കുടുംബക്കാരും കുറച്ച് നാട്ടുകാരും ഉണ്ട്. അതിനുശേഷം പിന്നെ ആ ബ്ലാക്ക് ടീഷർട്ട് ഇട്ട അച്ഛനാണ്. അപ്പോൾ അച്ഛനിങ്ങനെ പിടിച്ചിട്ട് മുത്തപ്പനെ അവിടെ കൊണ്ടുപോയി. ഇനി അത് കഴിഞ്ഞിട്ടാകുമ്പോൾ വടിയിൽ ഇങ്ങനെ ചുറ്റും. അത് ചുറ്റിയിട്ട് നമ്മൾ മുടി അയച്ച് വെക്കുകയാണ് ചെയ്യുക മുത്തപ്പൻ.
ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്, ഒരു ഫീല് വേറെ തന്നെയാണ്. അതെല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിൽ ഞാൻ എൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വേറെ തന്നെ ഒരു രസമാണെന്നൊക്കെ ഇതെല്ലാം കാണാൻ. നമുക്ക് എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അനിയൻ പോയിട്ടില്ല, അല്ലെങ്കിൽ അനിയനും കൂടി വടി പിടിക്കാൻ പോവും. അങ്ങനെ അച്ഛനും പിന്നെ അവിടെയുള്ള കുറച്ച് ആൾക്കാരും നാട്ടുകാരും കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം കൂടി ഇങ്ങനെ പിടിച്ചിട്ട് തിരിയുന്നതാണ്. ഈ തെയ്യക്കാലം വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റി പിടിച്ച് തെയ്യത്തിനെല്ലാം പോകുമ്പോൾ ഒരു രസം വേറെ തന്നെയാണ്. അത് പക്ഷേങ്കിൽ വലുതാവും തോറും ആ രസവും കുറേ ചെറുപ്പത്തിലാണ് നമുക്ക് ഭയങ്കര രസം. കാരണം എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ എന്താ പറയുക, നമുക്ക് ബുദ്ധിയില്ലല്ലോ എന്നല്ല, നമ്മളതിങ്ങനെ ഒരു ഇതാക്കാൻ പറ്റും, സന്തോഷിക്കാൻ പറ്റും നടന്ന് കളിച്ച്. പക്ഷേ ഇപ്പം വലുതാവുമ്പോൾ നമുക്ക് അങ്ങനെ കളിച്ച് നടന്ന് ഇതാക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ ആവശ്യത്തിന് കുറച്ച് പക്വത വന്നല്ലോ, അപ്പോൾ ആ പക്വത വന്ന രീതിക്കല്ലേ നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ബാക്കി കാര്യങ്ങൾ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പക്ഷേ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഉള്ള ആളെ വെച്ചിട്ട് നമ്മൾ അടിപൊളിയാക്കിനി. പണ്ടെല്ലാം തെയ്യം പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇനി അടുത്ത തെയ്യം ഉണ്ടാവും. ആ തെയ്യം കഴിഞ്ഞിട്ട് പോകുന്ന ലാസ്റ്റത്തെ ദിവസവും നമ്മളെല്ലാവരും മനസ്സിലായിരിക്കും ഇനി അടുത്ത കൊല്ലം കാത്തു നിൽക്കണ്ടേ ഒരു തെയ്യം കാണണമെങ്കിലെന്ന്. പ്രത്യേകിച്ച് നമുക്കിപ്പം ഇത് കുടുംബക്ഷേത്രം ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഫസ്റ്റത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കല്യാണം പോലെ. അപ്പോൾ ഇത് കഴിയുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ നമുക്ക് നാട്ടിലെ തെയ്യവും കാര്യങ്ങളും പിന്നെ അതും ഇതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് ഇതിൻ്റെ അടുപ്പിച്ചിട്ടാണ്. കാരണം ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ 12 മുതൽ 16 വരെ ഈ തെയ്യം കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത തെയ്യം 20 മുതൽ 24 വരെ ആയിരിക്കും നാട്ടിലെ തെയ്യം. അതും ഒരു രസം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മേൻ്റെ നാട്ടിലുണ്ട് ഈ തെയ്യക്കാലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ടുള്ളൊരു കാലമാണ്. ഫെബ്രുവരി, മാർച്ചും ഏപ്രിലൊന്നും തീരുന്നതേ അറിയാൻ പറ്റില്ല. നമ്മൾ ഓരോ സ്ഥലത്തുള്ള തെയ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എവിടെയാണോ അങ്ങനെ. ഇപ്പം അണ്ടല്ലൂർ കാവെല്ലാം കുറച്ച് ഫേമസ് ആയതല്ലേ, അപ്പം അണ്ടല്ലൂർ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോകുമല്ലോ. അപ്പോൾ അത്രക്കും അടിപൊളിയാണ് ഈ ഒരു മാസങ്ങളിലെല്ലാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് വിൽക്കല മേളയാണ്. പിന്നെ 12-ാം തീയതി, അതായത് ഡേ 1-ലെയും ഡേ 2-ലെയും ഡേ 3-ലെയും എല്ലാ പരിപാടിയും ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടിയും അടിപൊളിയാണ്. എല്ലാവരും പറഞ്ഞത് നല്ല അടിപൊളി പരിപാടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും ലേറ്റ് ആകുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.